വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിൻ അങ്ങനെ നമ്മോടൊക്കെ വിട പറയുകയാണ്. 4 കുഞ്ഞുങ്ങൾക്ക്, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പൊതുജീവൻ നൽകിയാണ് ആലിൻ നമ്മോടൊക്കെ വിട പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് പള്ളിയിൽ ആലിൻ്റെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ഒരു നാടാകെ ആ പള്ളിയിലേക്ക് ഒഴുകിയെത്തുകയാണ് ആലിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. 4 പേർക്ക് പൊതുജീവൻ നൽകി മടങ്ങുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 10 മാസം പ്രായമായ കുഞ്ഞിനെ കാണാൻ ഒരു നാട് മുഴുവൻ ഇപ്പോൾ ആ പള്ളിയിലേക്ക് എത്തുകയാണ്. ഇപ്പോഴും നിലയ്ക്കാത്തൊരു പ്രവാഹമായ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം. അത്രയധികം നന്ദിയുണ്ട് ആ കുഞ്ഞിനോട് കേരളത്തിന്, അത്രയധികം കടപ്പാടുണ്ട് ആ കുഞ്ഞിനോട് കേരളത്തിന് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിലൂടെ ഒക്കെ നമുക്ക് വ്യക്തമാകുന്നത്. ആജ്ഞ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൃശ്യങ്ങളിലൂടെ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ചടങ്ങുകൾ തുടങ്ങുകയാണ്. പൊതുദർശനം ഏതാണ്ട് അവസാനിച്ചു. ചടങ്ങുകൾ തുടങ്ങുകയാണ്. പള്ളിയിൽ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആലിനെ സംസ്കാര ചടങ്ങുകൾക്കുള്ള അതിനു മുൻപുള്ള ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. അതിനായി നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് പോലെ അതിനുള്ള ഒരുക്കങ്ങളും തുടക്കങ്ങളുമായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എന്തായാലും ഈ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും സംസ്ഥാന സർക്കാർ ഗാനഫോണിന് ശേഷം ആണ് ആലിനെ സംസ്കരിക്കുക. എന്തായാലും വലിയ ആൾക്കൂട്ടമായിരുന്നു. ഇത്ര നേരവും നമുക്ക് കാണാമായിരുന്നു. വലിയ ആൾക്കൂട്ടമായിരുന്നു ആലിനെ കാണാൻ വേണ്ടിയിട്ട്, ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട്. കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഒക്കെ ഇവിടേക്ക് എത്തിയവർ അത് ബന്ധുക്കളും സുഹൃത്തുക്കൾക്കും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇവിടെ എത്തിയത്. മറ്റുള്ളവരൊക്കെ ആലിൻ്റെ നന്മ അറിഞ്ഞ്, അല്ലെങ്കിൽ ആലിൻ്റെ മാതാപിതാക്കൾ ചെയ്ത നന്മ അറിഞ്ഞ് അവരെ ഈ വേദനയ്ക്കിടയിലും അവരുടെ വലിയ തീരുമാനവും മഹത്തായ തീരുമാനത്തെയും അഭിനന്ദിക്കാൻ അവരോടൊപ്പം നിൽക്കാനും വേണ്ടിയിട്ടേക്ക് വന്നിട്ടുള്ള ആളുകളാണ്. ഈ പള്ളിയും മുറിയും തന്നെ
സഹകരിക്കണമെന്ന് ഓർമ്മിക്കട്ടെ. ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഇനിയും ആരാധന കഴിഞ്ഞതിന് ശേഷം മാത്രമേ കാണുവാനുള്ളവർക്ക് സാവകാശം നൽകുകയുള്ളൂ. വാതിൽക്കൽ നിൽക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കണം. ആദ്യ സ്ഥാനം പ്രാർത്ഥനാപൂർവ്വം സഹകരിക്കണമെന്ന് ഓർമ്മിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവയായ കർത്താവ് ഒരിടയനെ പോലെ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെ താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനാകുന്നു. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുകയും സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ തൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവയെടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. സ്നേഹവാനായ ദൈവമേ, എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് സമീപസ്ഥനാകുന്നുവല്ലോ. ദുഃഖത്തിൻ്റെ ഈ വേളയിൽ നിന്റെ സ്നേഹമാർന്ന കരുണയിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് തിരിയുന്നു. ഈ ശിശുവിനെ ദാനമായി തന്നതിനായും ഈ പൈതലിനെ അറിയാമായിരുന്ന എല്ലാവർക്കും ഈ പൈതലിലൂടെ ലഭിച്ച ആനന്ദത്തിലും സമാധാനത്തിലും ഈ പൈതൽ എന്നുമെന്നും നിന്നോടുകൂടെ ജീവിക്കുന്നതിനായും ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ദൈവമേ, നിന്റെ സ്നേഹം ജീവിതത്തിൽ നിരന്തരം ഞങ്ങളെ പരിപാലിക്കുകയും മരണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുന്നുവല്ലോ. രക്ഷിതാവായ കർത്താവ് ശിശുക്കളിൽ ദർശിച്ച സന്തോഷത്തിനും ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നുവെന്ന് തന്ന ഉറപ്പിനും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിന്റെ ഏറ്റുപോകാത്ത കരുതൽ ഫലമേൽപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ അനിശ്ചിതത്തിൽ നിന്നിൽ വിശ്വാസമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഏകാന്തതയിൽ തളർന്നു പോകാതെ നിത്യതയുടെ പ്രഭാതം പൊട്ടിവിടരുന്നതുവരെ ഈ പൈതലിനെ നിന്റെ സ്നേഹവലയത്തിൽ ഫലമേൽപ്പിച്ചിരിക്കുവാണെന്ന് ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം തന്നെ. സങ്കീർത്തന ഭാഗം വായിക്കാം. സങ്കീർത്തനം 90. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാവുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെയത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം
നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ പോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ലേഖന വേദഭാഗം